എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് സാറ്റർഡേ ഓഗസ്റ്റ് 22, 2026. അപ്പോൾ 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് കുറേ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. വോളിയം പ്രൊഫൈൽ പഠിക്കാത്ത ആളുകൾക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിലും ക്രിപ്റ്റോയിലും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്, നിഫ്റ്റി, അതേപോലെ തന്നെ വെൻസ്ഡേ, തേഴ്സ്ഡേ, സെൻസെക്സിനകത്താണ് ചെയ്യുന്നത്. പിന്നെ ഗോൾഡിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു വാട്സപ്പിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് സ്റ്റുഡൻസിനുള്ള ഗ്രൂപ്പാണത്. അവിടെ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടേതായ വോളിയം പ്രൊഫൈൽ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു കോഴ്സ് കൊടുക്കുന്ന ഗ്രൂപ്പല്ല. കോഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ലെവൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾ എന്താണ് പഠിച്ചത് അതിൻ്റെ ബേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഗോൾഡിൽ എല്ലാ ദിവസങ്ങളിലും ഹെവി മൂവ് ഉണ്ടായിരുന്നു. ആ ഹെവി മൂവ്മെൻ്റ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളത് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ബൈ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, മിനിഞ്ഞാന്നത്തെ ബൈ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെ അതിന് മുമ്പത്തെ ഒരു 100 പോയിൻറ്റിൻ്റെ മൂവ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്യാപ്ചർ ചെയ്തു. അല്ലെ, 19 തീയതി ഉണ്ടായിരുന്നു 100 പോയിൻറ്റ് മൂവ്, അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന മൂവ്, ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് മിനിഞ്ഞാന്ന് നൈറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്ത ട്രേഡാണ് അല്ലേ ഈ ഒരു ലെവലിൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡാണ്. 4510 മേലെയായിരുന്നു നമുക്ക് ബൈ വ്യൂ ഉണ്ടായിരുന്നത്. 01 ആയിരുന്നു നമ്മൾ SL. മാർക്കറ്റ് ഓൾമോസ്റ്റ് 03 വരെ വന്നു. 04, 05 നമുക്ക് ലെയർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 120 പോയിൻറ്റിൻ്റെ അടുത്ത്, 120-125 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് മൂവ് ഉണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് 72 ആയിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 46 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ആ 46 എന്നാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റിൽ ചെറിയൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 46-47 എന്ത് ചെയ്തു, മാർക്കറ്റിൽ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. 47 ഓൾമോസ്റ്റ് മാർക്കറ്റ് 29-30 വരെ വന്നിട്ടുണ്ടായിരുന്നു. 16 പോയിൻറ്റിൻ്റെ മൂവ് ഡൗൺ സൈഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെന്ന് 72 ആണ് അല്ലേ. 72-ലായിരുന്നു നമ്മൾ പിന്നെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സോണ് ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 78-ൽ നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതിൻ്റെ ചെറിയ ലോട്ട് നമ്മുടെ അടുത്ത് ഹോൾഡാണ് ഉള്ളത്. ഓക്കെ, 78, ചില ആളുകൾ 82-ലൊക്കെയാണ് എൻ്റെ എടുത്തിട്ടുള്ളത്. കാരണം എനിക്കൊന്ന് 74 സംതിങ് വരെ നമുക്ക് എന്താണ് ബുള്ളിഷ് വരുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്, 48 പോയിൻറ്റിൻ്റെ മൂവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 40, അറ്റ്ലീസ്റ്റ് 4641-40 റേഞ്ച് വരണം എന്നാണ് മാർക്കറ്റിൽ. ഓക്കെ, ആണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ്, ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എന്താ ചെയ്യുക, ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ സെറ്റപ്പ് ഉണ്ട്. ഓർഡർ ബ്ലോക്കോ FVGയോ അല്ലെങ്കിൽ ഏതാണെങ്കിലും SMC ICT എല്ലാം പഠിച്ച ആളുകൾക്കോ അതിൻ്റെ റീടെസ്റ്റിൽ എന്താണ് അവർ ബൈയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതുണ്ടാവും. അതേപോലെ തന്നെ ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് അതിൻ്റെ റീടെസ്റ്റ്മെൻറ്റിൽ സെല്ലും പ്ലാൻ ചെയ്യുന്ന ടീംസ് ഉണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒരു 50% നമ്മൾ റീടെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. മീൻസ് മാർക്കറ്റ് ഇപ്പോൾ അപ്സൈഡ് മൂവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കുറച്ച് ലെവൽസ് ഉണ്ട്, അത് ഓൾമോസ്റ്റ് ഈ ഒരു സോൺ മാത്രമാണ് വരുള്ളൂ അല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യില്ല. അതിൻ്റെ അപ്പുറം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യൂ മാറുകയാണ് ചെയ്യുക. അത് മീൻസ് എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ഫസ്റ്റ് തന്നെ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ നമുക്ക് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്കി ആളുകൾ ഓൾമോസ്റ്റ് എന്താണ് അവരൊരു 50%, ചില ആളുകൾ 50%, ചിലപ്പോൾ ആളുകൾ 60% ഒക്കെയാണ് റീടെസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 20-25% തന്നെ എന്താവും മാർക്കറ്റിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യും. മീൻസ് ട്രെൻഡ് ചേഞ്ച് ആയെന്ന് നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളെ വോളിയം പ്രൊഫൈൽ പഠിപ്പിച്ച ആളുകൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മാർക്കറ്റിൽ എന്താണ് ഒരു ഫാളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എത്ര പോയിൻറ്റിൻ്റെ മാർക്കറ്റ് ഹൈയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റിൻ്റെ ഫാള് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിൽ മെയിൻലി എന്താ ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് ഡേയിലാണെങ്കിലോ പ്രീവിയസ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ലോയിൽ നിന്ന് എത്ര പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്, 58 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോർമലി ആളുകൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹെവി ബൈയിങ് എന്നത് എന്താണ്, ഈ ഒരു സോണൊക്കെയാണ് ഹെവി ബൈയിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകളുടെ റീറ്റച്ച്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന എവിടെ ഇരിക്കും, ഈ ഒരു സോണൊക്കെയാണ് നോർമലി വേറെ സ്ട്രാറ്റജി വെച്ചിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു വോളിയം പ്രൊഫൈൽ ഉണ്ട് അല്ലേ, പ്രീവിയസ് ഡേയിലെ വോളിയം പ്രൊഫൈൽ ഉണ്ട്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയുന്നില്ല, പക്ഷേ വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഒരു 2 സോൺ ഞാൻ മാർക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു വോളിയം പ്രൊഫൈൽ 17-ാം തീയതി വോളിയം പ്രൊഫൈൽ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് വരക്കുന്നത് എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വോളിയം പ്രൊഫൈൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫുൾ 100% ലോജിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമ്മളെ റീടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൻ്റെ താഴെയാണ് നമുക്ക് സെൽ വ്യൂ വരിക അല്ലേ. മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ച് മനസ്സിലാകുന്നപ്പോഴാണ് 4410 താഴെയാണ് അല്ലേ. ബിക്കോസ് അവിടെ എന്താണ്, നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ 17-ാം തീയതി ഓഗസ്റ്റിലെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ് സോണ് എന്നുള്ളത്. അതിനുശേഷം എന്ത് ചെയ്തു, കറക്റ്റ് എന്താണ് സംഭവിച്ചത്, ഫസ്റ്റ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ച് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് ഇല്ലേ. വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമൻറ്റിൽ പറയാം ഇങ്ങനൊരു സെറ്റപ്പ് നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വോളിയം പ്രൊഫൈൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് അവിടെ ഒരു ബൈയിങ് സെറ്റപ്പ് ഉണ്ട് അല്ലേ. എന്താണ് SL വരിക, ഇത് ഞാൻ 5 മിനിറ്റിലാണ്, കാരണം കുറച്ച് ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റാണ് നമുക്ക് SL വരുന്നത്. ഇതിൻ്റെ താഴെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, XL ആവും അല്ലേ. ഓൾമോസ്റ്റ് 2.5 പോയിൻറ്റ് 3 പോയിൻറ്റ് ചിലപ്പോൾ 4 പോയിൻറ്റ് 5 പോയിൻറ്റ് ഉണ്ടാവും അല്ല. നമുക്ക് ഒരിക്കലും ബ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല 1 മിനിറ്റ്. പക്ഷേ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താണ് 20 പോയിൻ്റ് ഒന്നും പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യില്ല അല്ലേ. മാക്സിമം 5 പോയിൻറ്റ് 6 പോയിൻറ്റ് അതിനപ്പുറത്തേക്ക് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യില്ല. അവിടെ നിന്ന് എത്ര പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് നോക്കി നോക്കും, 25 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ SL എന്ന് പറയുന്നത് 3-4 പോയിൻ്റ് ആയിരിക്കും. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ചിലപ്പോൾ അതിൽ കൂടും. പക്ഷേ നമ്മളെ മൈൻഡിലുള്ളത് എന്താണ്, 3-4 പോയിൻറ്റിലൊക്കെ SL ആണെങ്കിൽ 25 പോയിൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ടാർഗറ്റ് അല്ല അല്ലേ. അതിനുശേഷം എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്തായി, നെഗറ്റീവായി നമ്മളെ സോണിൻ്റെ താഴെ മാർക്കറ്റ് പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എവിടെ മാറി അല്ലേ, 4410 താഴെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രെൻഡ് മാറി. മാർക്കറ്റ് 80 ടോട്ടൽ 100 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 83 പോയിൻ്റ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ട് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ച് 80.3 നമ്മൾ എടുത്തെന്നല്ല ഞാൻ പറയുന്നത്, 83 പോയിൻ്റ് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാർക്കറ്റിൽ റിവേഴ്സൽ ബുള്ളിഷ് ഉണ്ടായിരുന്ന മാർക്കറ്റിൽ റിവേഴ്സിൽ വന്നു. 83 പോയിൻ്റ് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതെ. 100 പോയിൻ്റ് നമുക്ക് എന്തായാലും 100% നമുക്ക് എന്തായാലും കിട്ടത്തില്ല. അത് ഒരു സ്ട്രാറ്റജിയിലും നമുക്ക് എന്തായാലും 100 കിട്ടത്തില്ല. കിട്ടുകയാണെങ്കിൽ ബ്ലൈൻഡായിട്ട് മാർക്കറ്റ് മേലെ പോയി എന്നിട്ട് ചുമ്മാ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്തത് മാത്രമാണ് ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 100 പോയിൻറ്റിൽ 80%, 83% നമുക്ക് എന്ത് ചെയ്തു, നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് വേറെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടും ഇത്രയും ടോപ്പിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു സത്യമാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബിയറിഷിലായിരുന്ന മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മാറിയ സിനാരി ഞാൻ കാണിച്ചു തരാം. ഇതെന്തായിരുന്നു മാർക്കറ്റ്, സെയിം തന്നെയാണ് അല്ലേ. ലാസ്റ്റ് വീക്കത്തെ മാർക്കറ്റിൻ്റെയാണ് പറയുന്നത്. ലാസ്റ്റ് വീക്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ബുള്ളിഷ് മാർക്കറ്റായിരുന്നു, അതിനുശേഷം ഇതൊരു ബുള്ളിഷ് മാർക്കറ്റായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ബിയറിഷായി മാറി അല്ലേ. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്. ബിയറിഷ് എന്ന് പറയുന്നത് ഞാൻ 20 പോയിൻറ്റ് 30 പോയിൻ്റ് അല്ല ഞാൻ പറയുന്നത്, 100 പോയിൻറ്റ് മൂവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബിയറിഷ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് 30 പോയിൻറ്റ് 40 പോയിൻറ്റ് മാർക്കറ്റ് ഫോളോ ആയി എന്നല്ല പറയുന്നത്. ഇത് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പക്ക ബിയറിഷായി മാറിയിട്ടുണ്ട് അല്ലേ. കാരണം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് എത്ര പോയിൻ്റാണ് പോയത്, ഏകദേശം 48-50 പോയിൻറ്റ് പോയതിൻ്റെ ഡബിൾ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, ആളുകൾ ചിന്തിക്കുക മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറി, മാർക്കറ്റ് എന്താണ് ബുള്ളിഷ് ഉണ്ടായ മാർക്കറ്റ് കാരണം വെച്ചാൽ 1-2 ദിവസം കൊണ്ട് ഏകദേശം 150 പോയിൻറ്റ് പോയ മാർക്കറ്റ് 100 പോയിൻറ്റ് ഫോളോ എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറി, മാർക്കറ്റ് റിവേഴ്സായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന് വിചാരിക്കുക, മനസ്സിലാക്കുക. ജസ്റ്റ് 18-ാം തീയതി പ്രൊഫൈൽ എടുക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും എന്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മോർണിംഗിൽ മാർക്കറ്റിൽ ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 60 to 64 ആ റേഞ്ചാണ് നമ്മളെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. വോളിയം പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ ട്രെൻഡ് സെല്ലാണെങ്കിൽ ആ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഏരിയാസാണ് ഈ ഒരു ഏരിയ. അവിടെ നിന്ന് ഏകദേശം 25 പോയിൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫാൾ ചെയ്ത് താഴെ പോയി. അതിനുശേഷം എന്താ സംഭവിച്ചത്, നമ്മളെ ഏരിയയുടെ മേലെ പോയി നമ്മളെ ഏരിയയിൽ മാർക്കറ്റ് വന്നു.
അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് അന്നത്തെ ദിവസം മാർക്കറ്റ് ടോട്ടൽ മൂവ് ചെയ്തത് എത്രയാണ്, ലോയിൽ നിന്ന് ഹൈയിലേക്ക് ടോട്ടൽ മൂവ് ചെയ്തത് 191 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ഏരിയാസിൽ നിന്ന് എത്ര പോയിൻ്റ് മൂവ് ചെയ്തു, അതാണല്ലോ നമുക്ക് വേണ്ടത്, 154 പോയിൻ്റ്. 190 പോയിൻ്റ് ടോട്ടൽ മൂവ് ചെയ്തു. അതിൽ 154 പോയിൻറ്റും എന്താണ്, നമ്മളെ വോളിയം പ്രൊഫൈലിൻ്റെ ലെവലിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വോളിയം പ്രൊഫൈൽ ലെവൽ നമുക്ക് എവിടെ നിന്ന് മനസ്സിലാവും, എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഓൾമോസ്റ്റ് ഒരു സെല്ല് വന്നിരിക്കുന്നത് എവിടെയാണ്, പക്ഷേ ആളുകളുടെ സെല്ലിനുള്ള റീട്രസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേറെ സ്ട്രാറ്റജി വെച്ചിട്ട് വോളിയം പ്രൊഫൈലൊന്നുമില്ല, വോളിയം പ്രൊഫൈലൊന്നും ഇല്ലാത്ത ആളുകളുടെ ഏറ്റവും കൂടുതൽ സെല്ല് അവർ ട്രൈ ചെയ്യുക എവിടെ നിന്നാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വന്ന സെല്ല് ഇതാണ് അല്ല, ഇത് അവിടെ നിന്ന് എന്താണ് ചെയ്യുക, അവർ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു സെല്ല് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ് പ്ലാൻ ചെയ്യുക, അതേപോലെ തന്നെ ഇതാണ് സെല്ല് വന്നിട്ടുള്ളത്, എവിടെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് സെല്ലടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അതാണ് പ്ലാൻ ചെയ്യുക അല്ലെ. വേറെ സ്ട്രാറ്റജി വെച്ച ആളുകൾ ഓൾമോസ്റ്റ് എല്ലാവരും പ്ലാൻ ചെയ്യുക അവിടെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്ത് ഓൾമോസ്റ്റ് 100 പോയിൻറ്റിന് മേലെ നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്തുകൊണ്ടാണ്, നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്, കുറച്ചും കൂടി ഈസി, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് എവിടെ നിന്നാണ് ബുള്ളിഷിലേക്ക് മാറുന്നത്, ബിയറിഷിലേക്ക് മാറുന്നത്. ഇതാണ് വോളിയം പ്രൊഫൈലിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ്, ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എന്താണോ ആ ലെവൽ ഹോൾഡ് ചെയ്ത് പിടിക്കണം അല്ലേ. ആ ലെവൽ ഹോൾഡ് ചെയ്യണം. ഈ ലെവൽ ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്ന ലെവൽസിനെ പറ്റിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബൈയിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ബൈയിങ് സെറ്റപ്പ് വരുന്നത് മാർക്കറ്റിൽ ഇത് ഇൻട്രാഡേ ബേസ് ആണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് SL അടിച്ചിട്ടില്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. SL തന്നെയാണ് ഈ 4 പോയിൻറ്റ്, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ആണ് എപ്പോഴും ഞാൻ പറയുന്നത്. ഇനി നമ്മൾ 4 പോയിൻറ്റ് പറയുന്നുണ്ട്, ക്യാൻഡിൽ ക്ലോസ് പറയുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, കാരണം ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ SL 1 മിനിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, 1 മിനിറ്റിലേക്കാണ് നമ്മളത് മാറ്റും. അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് കുറച്ചുകൂടി സേഫസ്റ്റ് ആയിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് സെൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ബൈ സെറ്റപ്പ് കളർ മാറ്റി, ബൈ സെറ്റപ്പ് ഏതാണ്, ഇതാണ് ബൈ സെറ്റപ്പ്. അതിനുശേഷം കുറച്ചും കൂടി സ്ട്രോങ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ട്രാപ്പ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഓക്കെ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോയി തിരിച്ചത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഏരിയയിൽ നിങ്ങൾക്ക് നോക്കാം. കുറച്ചും കൂടി സേഫ് ആണെങ്കിൽ ഈ ഏരിയയിൽ നേരൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. ഇത് കുറച്ചും കൂടി സ്ട്രോങ്ങസ്റ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ എന്ന് പറയുമ്പോൾ പുതിയ സെല്ലേഴ്സ് ഉള്ള റേഞ്ചാണല്ലേ. സെല്ലേഴ്സ് എവിടെയാണ് മാർക്കറ്റിൽ എൻ്റർ ആയത്, അപ്പോൾ ആ സെല്ലേഴ്സിന് വന്നിട്ട് എന്ത് ചെയ്തു, ബയേഴ്സ് ഉണ്ടായിരുന്നതിന് ഇവിടെ പുതിയ സെല്ലേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, ഓവർകം ചെയ്തു, മാർക്കറ്റിനെ താഴെ കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തു, പുതിയ ബയേഴ്സ് വീണ്ടും എന്ത് ചെയ്തു, പുഷ് ചെയ്തു ഉണ്ടായിരുന്ന സെല്ലേഴ്സിനെ മുഴുവൻ കവർ ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്തു, പുതിയ സെല്ലേഴ്സ് മാർക്കറ്റിൽ കയറി. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പക്ക ബുള്ളിഷായി മാറുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് ട്രേഡ് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 18ൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു ദിവസത്തെയാണ് അല്ലേ. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4518 മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഹെവി ബുള്ളിഷായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്രയാണ് 18 ഈ ഒരു സോൺ. ഓക്കെ 18 റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു സോണൊക്കെയാണ് 18 റേഞ്ച് അല്ലേ. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഗ്രൂപ്പിനകത്ത് പറഞ്ഞ കാര്യമാണത് അല്ലേ. 18 ഓക്കെ 18-19 റേഞ്ചിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഫുൾ കൺട്രോൾ ബയ്യേഴ്സിൻ്റെ കയ്യിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് ചെറിയൊരു റീട്രസ്മെൻറ്റ് വന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് ഷൂട്ട് ചെയ്തത്. ആ ബയ്യും എൻ്റെ അടുത്ത് ഹോൾഡ് ഉണ്ടായിരുന്നു. അതും ഞാൻ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 111 പോയിൻ്റാണ് അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത്. കാരണം നമ്മളെ SL എന്ന് പറയുന്നത് 0.1 ആണ് അല്ലേ. 0.1 താഴെ പോയാൽ മാത്രമാണ് നമ്മുടെ ട്രെൻഡ് മാറുള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒരു മെസ്സേജ് കൊണ്ടാണ്. ഓക്കെ ജസ്റ്റ് ആ മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുന്ന് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ഓൾമോസ്റ്റ് റീടെസ്റ്റ് എടുത്തു 0.7. ഒരു 4-5 പോയിൻറ്റ് 6 പോയിൻറ്റ് റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, കാരണം എന്താണെന്ന് വെച്ചാൽ പക്ക ബുള്ളിഷ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നമ്മളൊരു 52 സംതിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
4352 സംതിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ മാർക്കറ്റിൽ സെല്ലേഴ്സ് മാറി ഫുള്ളി ബയേഴ്സ് കയറുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റ് 100 പോയിൻറ്റിൻ്റെ മേലെ 115 120 പോയിൻറ്റ് നമുക്ക് അതും വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടും വോളിയം പ്രൊഫൈൽ പ്ലസ് നമ്മളത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈസി ആയിട്ട് ജസ്റ്റ് പിന്നെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു ട്രേഡും ഇല്ല. നമ്മൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു SL ഉണ്ടാവും, ബിയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SL ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഏതൊരു സ്ട്രാറ്റജിയാണെങ്കിലും SL അടിക്കും അല്ലേ. പക്ഷേ SL അടിക്കാത്ത ട്രേഡ് നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് വോളിയം പ്രൊഫൈൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലേ. ഇപ്പോൾ ഒരു സ്ട്രാറ്റജിയിൽ ഫെയിൽ ആണെങ്കിൽ ഒരിക്കലും 1 വർഷം 2 വർഷം അതിന് പുറകെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഫെയിലാണോ 2-3 മാസം നമ്മൾ നോക്കുക, വിട്ട് കളയാം. അപ്പോൾ വോളിയം പ്രൊഫൈലിൽ നമുക്ക് SL അടിക്കുന്നില്ല ഞാൻ പറയില്ല, SL അടിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം കാണിച്ച പോലെ തന്നെ ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിലും ബിയറിഷ് ട്രെൻഡ് ആണെങ്കിലും അത് ഏറ്റവും ഫാസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്നത് നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 100-150 പോയിന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യും. കൊടുക്കുമ്പോൾ നമ്മൾ 6-7 പോയിന്റ് SL കൊടുത്തിട്ട് മാറി നിൽക്കും. അതാണ് നമ്മളെ ഇവിടെ നിൽക്കാനുള്ള വോളിയം പ്രൊഫൈൽ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം എൻ്റെ വീഡിയോനകത്ത് വോളിയം പ്രൊഫൈൽ അല്ലാതെ വേറെ സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ള ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ പല സ്ട്രാറ്റജി എൻ്റെ അടുത്ത് വന്ന ആളുകൾ തന്നെ പല സ്ട്രാറ്റജിയും പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന ആളുകളുണ്ട്. എന്നെ കഴിഞ്ഞിട്ടും വേറെ സ്ട്രാറ്റജി പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ എന്ന് മുതൽ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്ന് മുതൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി, അന്ന് മുതൽ ഇന്ന് വരെ വോളിയം പ്രൊഫൈലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുന്നുമില്ല. ഓക്കെ, വൺസ് വോളിയം പ്രൊഫൈൽ ഇല്ല എങ്കിൽ നമ്മൾ അവിടെ പരിപാടി നിർത്തുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ അല്ലാതെ വേറെ സംഭവം വരത്തില്ല. എൻ്റെ പഴയ ചാനലിന് ഓൾമോസ്റ്റ് 200 വീഡിയോസിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചില സ്ട്രൈക്ക് വന്നതുകൊണ്ട് പോയി. ഇതിനകത്താണെങ്കിലും 40-45 വീഡിയോസ് ഉണ്ട്. ഈ പുതിയ ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, വോളിയം പ്രൊഫൈൽ അല്ലാതെ വേറെ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആളുകൾ പറയാനുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെന്താണ് നോക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വിടുക. നമുക്ക് എന്താണ് പറ്റിയത് അത് വെച്ച് പോവുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ലോകത്ത് ഇന്നേ വരെ ഒരു സംഭവം 100% ആയിട്ടുള്ള അതൊക്കെ 100% ആകുന്നത് എപ്പോഴാണ്, അത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കി, അല്ലാതെ വേറൊരാൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും ഉണ്ടാവുക എന്താണ് ഒരു 70-80, ബാക്കിയുള്ളത് എന്താണ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഇരിക്കുക. ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ സെറ്റപ്പിനനുസരിച്ച് സെല്ല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുന്ന ആളുകളുണ്ടാവും, SL അടിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മളെ മൈൻഡ് എന്തായിരിക്കും പറയുന്നത്, ബുള്ളിഷ് മാർക്കറ്റാണ്, മാർക്കറ്റിൽ ബിയറിഷ് സെറ്റപ്പ് എന്തായി വന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒരു ട്രാപ്പ് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ പുതിയ സെല്ലേഴ്സ് വന്നു, ആ സെല്ലേഴ്സിനെ എന്ത് ചെയ്തു, ബയേഴ്സ് വന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ റീടെസ്റ്റ്മെൻറ്റ് അല്ലേ, നമുക്കൊരു ഗ്യാപ്പ് കിട്ടി, മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതെന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേയിലെ അല്ല, ലൈവിലുള്ള ഞാൻ പറയാം. പ്രീവിയസ് ഡേയിലെ ഫുള്ളി ബുള്ളിഷാണ് പ്രീവിയസ് ഡേയിൽ ട്രെൻഡ്. പക്ഷേ ജസ്റ്റ് എന്ത് ചെയ്തു, ലൈവിൽ മാത്രം മാർക്കറ്റ് ഫാൾ വന്നു എന്ന് പറഞ്ഞിട്ട് ചാടി കയറി സെല്ല് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ചിന്തിക്കുക പ്രീവിയസ് ഡേയിലെ ട്രെൻഡ് ബുള്ളിഷാണ്, സ്റ്റിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്, എവിടെയാണ് സെല്ലേഴ്സ് വന്നിരിക്കുന്നത് ആ സെല്ലേഴ്സിന് എന്ത് ചെയ്യുക, വീണ്ടും മാർക്കറ്റിൽ ബുള്ളിഷ് ബയേഴ്സ് വന്നിട്ട് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിൻ്റെ റീട്രേസ്മെൻറ്റിൽ എടുക്കുക, ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. അതാണ് സംഭവം. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ആ കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊന്നും നമുക്കൊരു സ്ട്രാറ്റജി ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഞാൻ ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും അതിലെന്താണ് ഒരു 10% ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ ആ 10% നമ്മളെ മൈൻഡ് കൊണ്ട് നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ട്രേഡിംഗ് എന്നൊരു കരിയർ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നോക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. ആ ലെവൽസ് ഫോക്കസ് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ലെവൽസ്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് വിടും. അതേപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് പോവാം. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ മുമ്പ് തന്നെ നമുക്ക് സെൻസെക്സിൻ്റെ പോകാം നെക്സ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വീഡിയോ ഇട്ടില്ല. സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ നമ്മൾ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 12.52 ഉണ്ടായിരുന്നു. ഒരു 00 പുട്ട് സൈഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു 12.52 ഉണ്ടാക്കി ഹൈയിൽ നമുക്ക് എന്ത് ചെയ്യാം, SL സി സൈഡിൽ വെച്ചിട്ട് പുട്ട് സൈഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് പുട്ട് സൈഡിലൊരു 140-145 പുട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായത്. അതിൻ്റെ പ്രീമിയം ഏകദേശം 260, ഒരു 120 പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പക്കാ സൈഡ് വൈസ് ആണ്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും പക്കാ സൈഡ് വൈസ് ആണ്. കാരണം നമുക്ക് എല്ലാ എക്സ്പയറിയിലും നമുക്കൊരിക്കലും 100 പോയിന്റ് 200 പോയിന്റ് പിടിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതാണ് സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് പോയി അപ്പ് സൈഡിലൊരു മൂവ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ കൊടുത്ത ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് സൈഡ് നമുക്ക് ട്രൈ ചെയ്യാൻ നിഫ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിനകത്ത് മീൻസ് സെൻസെക്സിൽ ട്രൈ ചെയ്യുക. പക്ഷേ പുട്ട് സൈഡിൽ ട്രൈ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ.
പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ലെവൽ അപ്പ് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ലെവലിൽ വരാതെയാണ് മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് മേലോട്ട് പോയത്. പുട്ട് സൈഡിലേക്ക് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. അതിനുശേഷം വീണ്ടും ഈ ഒരു ഹൈ ഉണ്ടാക്കിയപ്പോൾ 12.52 ഹൈ ആണ്. ഓക്കെ, അതുപോലെ നിന്നാണ് ഞാൻ പറഞ്ഞത് പുട്ട് ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ മാർക്കറ്റ് സ്ലോ ആണ്. സ്റ്റിൽ എടുത്ത ആളുകൾക്ക് ഒരു 100 പോയിന്റിൽ ഇപ്പം ഒരു 100-140 പ്രീമിയം എടുത്ത ആളുകൾക്ക് ഒരു ഈസി ആയിട്ട് ഒരു 100 പോയിന്റിന് മൂവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പ്രീമിയം എടുത്ത ആളുകൾക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്താ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 12.50 മുതൽ മാർക്കറ്റ് പിന്നെ 3:30 വരെ ഇതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. താഴെ മേലെ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ കയ്യിലില്ലാത്ത സംഭവമാണ്. പക്ഷേ എടുത്ത ആളുകൾ, ഹോൾഡ് ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സോണിൽ, ഈ ഒരു സെറ്റപ്പിൽ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീക്കിൽ എല്ലാ ലെവലും നമ്മൾ ലൈവിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ലെവലും 100% വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ലെവൽ പോലും വർക്ക് ചെയ്യാതിരുന്നില്ല. ഇന്നലെ അതേപോലെ തന്നെ നമ്മൾ മോർണിംഗിൽ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തത് കോൾ ഓപ്ഷൻ്റെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, നമ്മളെ ലെവലിൻ്റെ മേലെ പോയി. ഞാൻ പറഞ്ഞു ഇവിടെ റീടെസ്റ്റ്മെൻറ്റ് വരാത്തതുകൊണ്ട് നമ്മൾ ബൈ എടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ എന്ത് ചെയ്തു, നമുക്ക് റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്തു, അപ്സൈഡ് പോയി ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ സെല്ലേഴ്സ് ആക്റ്റീവാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഫർദർ മൂവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ ഓപ്ഷൻ എടുത്ത ആളുകൾക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പുട്ട് ഓപ്ഷൻ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 310 മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മൾ താഴത്തെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 270. പക്ഷേ പ്രത്യേകിച്ച് 40 പോയിന്റ് വന്നിട്ടുള്ളൂ. പക്ഷേ സ്ലോ ആണ്. പക്ഷേ കോൾ ഓപ്ഷൻ ബുക്ക് ചെയ്ത് പ്രോഫിറ്റിൽ അറ്റ്ലീസ്റ്റ് പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ചായ പൈസയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽ. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യേണ്ട ആളുകൾക്ക് ഈ ലെവൽ വർക്ക് ചെയ്യുക. ഈ ലെവലിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സെല്ല് പ്ലാൻ ചെയ്യുക. ഈ SL വേണമെങ്കിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫ് ഈ SL നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ നെക്സ്റ്റ് ബൈയിങ് സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ്. ഓക്കെ, ബൈയിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു റീട്രേസ്മെൻറ്റ്, ഇത് SL ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ റീട്രേസ്മെൻറ്റ് നിങ്ങൾക്ക് നോക്കാം. ഇതായിരിക്കും ടാർഗറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ വേണ്ടവർക്ക് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. 300 ആണ് SL വരുന്നത്. 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ് SL വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പുട്ട് സൈഡിലേക്കുള്ള എൻട്രി, ഇതാണ് കോൾ സൈഡിലേക്കുള്ള എൻട്രി നെക്സ്റ്റ് വീക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് അതും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓയിലിൽ പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കട്ടെ. ഓയിലിൽ ഇത് ഞാൻ ഓൾറെഡി മൾട്ടി ബാങ്കിൽ കൊടുത്ത ഒരു ട്രേഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെല്ലിനുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോണ് സെല്ലിനുള്ള എൻട്രി ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.3% ഫാൾ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അവിടെ നിന്ന്. അപ്പോൾ ഇനി വേണ്ട ആളുകൾക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരു ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാർക്ക് ചെയ്യുക. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നെഗറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതും വേണ്ട ആളുകൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ വോളിയം പ്രൊഫൈൽ കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടും. നിങ്ങളുടെ ഡൗട്ട് ഞാനവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വീഡിയോ മുഴുവൻ കാണുക, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് കാണാം. താങ്ക് യു.